ഹലോ. അപ്പോൾ നമ്മളിന്ന് പഴം വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കിയാലോ. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് തേങ്ങ, പഞ്ചസാര, അവിൽ, പഴം, മെയിനായിട്ട് ഇവ വേണം. അപ്പം ഏലക്കായ് ഞാൻ തേങ്ങയിലേക്ക് പൊടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി കെജയാണ്. കെജ മീൻസ് നിറവ്. അവിലും തേങ്ങയും പഞ്ചസാരയും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതിലേക്കാണ് ഏലക്കായ് പൊടിച്ചിട്ട് കൊടുക്കേണ്ടത്. പിന്നീട് അതിലേക്ക് മെയിനായിട്ട് ആവശ്യമായിട്ടുള്ള മാവ് തയ്യാറാക്കണം. അപ്പം മൈദപ്പൊടിയാണ് എടുക്കുന്നത്. അപ്പം മൈദപ്പൊടി കുറച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം മൈദപ്പൊടി ഒന്ന് അരിച്ചിട്ടാണ് എടുക്കുന്നത്, കാരണം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പം മൈദപ്പൊടി പാകത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് അപ്പക്കാരവും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് പാകത്തിനാക്കി എടുക്കുക മാവ്. മാവ് ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പം ഈ പരുവത്തിലായിട്ട് വേണം മാവ് തയ്യാറാക്കാനായിട്ട്. പിന്നെ അടുത്തത് ആവശ്യമായിട്ടുള്ളത് പഴം ആണ്. അപ്പം നമ്മൾ പഴം നന്നായിട്ട് ഉരിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് അവിലും തേങ്ങയും പഞ്ചസാരയൊക്കെ കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തത് നമ്മൾ ആ പഴത്തിലേക്ക് നിറച്ച് കൊടുക്കണം. അതിന് പഴത്തിൻ്റെ നടുവിലായിട്ട് നന്നായിട്ടൊന്ന് കീറിയെടുക്കണം. എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് തേങ്ങയും പഞ്ചസാരയും അവിലെല്ലാം കൂടി നിറച്ച് കൊടുക്കാം. അപ്പം എല്ലാം നന്നാക്കി ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് പൊരിച്ചെടുക്കണം മാവിൽ മുക്കിയിട്ട്. അപ്പം നല്ല മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ല രസമാണ് ഇങ്ങനത്തെ ഈവനിങ് സ്നാക്കൊക്കെ വീട്ടിലുണ്ടാക്കി കഴിക്കാനായിട്ട്. അതിനകത്തിട്ട് ഞാൻ ചട്ടി ചൂടാക്കി അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം. നല്ല അടിപൊളിയായിട്ടുള്ള പഴം നിറവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ നാട്ടിൽ ഈ നിറവിന് കെച്ച എന്നല്ലാതെ വേറെ എന്തെങ്കിലുമൊക്കെ പേരുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ബായ്.